നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു വാർത്തയുള്ളത് വളരെ വൈകിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വാർത്ത വേണ്ടതുപോലെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുമില്ല. മനോരമ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗൗരവം അവരുടെ വായനക്കാർക്ക് പിടികിട്ടിയോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. മിഥുൻ എം കുര്യാക്കോസ് എന്ന മനോരമയുടെ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവായി കൊടുത്തിരിക്കുന്ന വാർത്ത മനോരമ കൊടുത്തതിനപ്പുറത്തേക്ക് കടന്നു കയറി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. കർഷക പെൻഷൻ വാഗ്ദാനം ചെയ്ത് തുക നൽകേണ്ടത് ധനവകുപ്പ്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. കർഷകർക്ക് പരമാവധി 5000 രൂപ പ്രതിമാസം പെൻഷൻ വാഗ്ദാനം ചെയ്ത കർഷക ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ ധനവകുപ്പിന്റെ വെട്ട്. 5 വർഷമായി അംശാദായം അടയ്ക്കുന്ന കർഷകർക്ക് 5000 രൂപ പെൻഷൻ നൽകുന്നത് അഭിലഷണീയമല്ലെന്നാണ് കഴിഞ്ഞ മാസം അവസാനം കൃഷി വകുപ്പ് അയച്ച ഫയലിൽ ധനവകുപ്പ് കുറിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവന്ന പദ്ധതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ധനവകുപ്പിന്റെ ഇടപെടൽ. 5000 രൂപയ്ക്ക് പകരം സാമൂഹികക്ഷേമ പെൻഷൻ തുല്യമായ 2000 രൂപ നൽകിയാൽ മതി എന്ന ധനവകുപ്പിന്റെ നിലപാടാണ് വിവരം. നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേമനിധി ബോർഡ് കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. 2021 ആരംഭിച്ച പദ്ധതിയുടെ പെൻഷൻ വിതരണം ഈ വർഷം ഡിസംബറിൽ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. പരമാവധി പെൻഷൻ ലഭിക്കാൻ മാസം 1000 രൂപ അംശാദായമാണ് കർഷകർ അടയ്ക്കുന്നത്. ഇത്രയുമാണ് വാർത്ത. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള ഒരു കൊടും വഞ്ചനയുടെ വാർത്തയാണിത്. ഈ വാർത്ത തെളിയിക്കുന്നത് 40 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട കർഷകരെ പിണറായി വിജയൻ എങ്ങനെയാണ് കൊടും ക്രൂരതയോടെ ചതിച്ചതെന്നും എന്നിട്ട് അത് ആരും ഗൗരവത്തോടെ എടുക്കാത്തതെന്നും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കർഷകർക്കും മാസം 5000 രൂപ പെൻഷൻ എന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാർ കൊണ്ടുവന്ന ആശയമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ ഇതൊരു ആയുധമായി എടുത്തു. 2019 ഇത് സംബന്ധിച്ച നിയമം പാസാക്കി. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2020 തൃശ്ശൂരിൽ വെച്ച് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഈ ക്ഷേമ പെൻഷൻ പദ്ധതി. ചെറുകിട കർഷകർക്ക് പ്രതിമാസം 100 രൂപ വീതം ക്ഷേമനിധി ബോർഡിലേക്ക് അയക്കാം. അതായത് കേവലം ഒരു വർഷം 1200 രൂപ. 5 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 60 വയസ്സ് പിന്നിടുന്ന കർഷകർക്ക് 5000 രൂപ വീതം പെൻഷൻ കിട്ടും. ഇതൊരു സന്തോഷ വാർത്തയായി കർഷകർ ഏറ്റെടുത്തു. ആയിരക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ ഭാഗമായി. നിങ്ങൾ 100 രൂപയിൽ കൂടുതൽ മാസം അടച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് പെൻഷൻ കൂടുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. മാസം 1000 രൂപയും 2000 രൂപയും 10000 രൂപയും ഒക്കെ അടച്ചവരുണ്ട്. കർഷകനാവുക എന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്നതുപോലെ പ്രയാസമുള്ള കാര്യമല്ല. ഏത് പണി ചെയ്യുന്നവനും അവൻ്റെ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്താൽ കർഷകനാവുക എളുപ്പമാണ്. ഇതോടുകൂടി അനേകം പേരാണ് ഇത് എളുപ്പ വഴിയാണല്ലോ എന്ന് കരുതി കാർഷിക വൃത്തിക്ക് ഇറങ്ങിയത്. അവരൊക്കെ കൂടുതൽ പണം കിട്ടാൻ വേണ്ടി കൂടുതൽ മാസം അടച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 6 ലക്ഷം രൂപ വരെ ഇതിനോടകം മാസം അങ്ങോട്ട് അടച്ച മനുഷ്യർ വരെയുണ്ട്. 5 കൊല്ലമാകുമ്പോൾ 5000 രൂപ കിട്ടുമെന്ന് കരുതി അവരൊക്കെ കാത്തിരുന്നു. എന്നാൽ ആ ഫയല് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസിൽ അന്തിയുറങ്ങി. കൃഷിമന്ത്രി P പ്രസാദ് നിരവധി തവണ ധനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കർഷകർക്ക് 10000 രൂപ വീതം മാസം പെൻഷൻ കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ച് പ്രചരണവും സമരവും നടത്തിയ കാര്യം പോലും കൃഷിമന്ത്രിക്ക് ധനമന്ത്രിയെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അന്ന് ധനമന്ത്രി പറഞ്ഞത് കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ 10000 എന്നല്ല 1 ലക്ഷം എന്നും പറയും. എന്നാൽ ഞാനിപ്പോൾ ധനമന്ത്രിയാണ്, ധനമന്ത്രി എന്ന നിലയിൽ അത് സാധ്യമല്ല എന്ന്. 3 വർഷം ഈ ഫയല് ധനമന്ത്രിയുടെ ഓഫീസിൽ അന്തിയുറങ്ങി. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ധനമന്ത്രി നിരസിച്ചുകൊണ്ട് ഉത്തരവിറക്കി. 2000 രൂപയിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല എന്നാണ് പ്രഖ്യാപനം. 5000 രൂപ വീതം കൊടുക്കുമെന്ന് മാത്രമായിരുന്നില്ല, കർഷകർ ഉണ്ടാക്കുന്ന മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഒരു വിഹിതവും ഇതിൻ്റെ ഭാഗമായി കൊടുക്കുമെന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ച് 2000 രൂപ വീതം കൊടുക്കാം എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. സർക്കാരിനെ വിശ്വസിച്ച് 100 രൂപയും അതിലധികവും വീതം പണമടച്ച് കാത്തിരുന്നവരെ നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ്. കടുത്ത വഞ്ചനയാണിത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ CPM അവരുടെ നേതാക്കളെയും CPI നേതാക്കളെയും ഉൾപ്പെടുത്തി ഒരു ക്ഷേമനിധി ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഒരു CPM നേതാവ് ചെയർമാനും 18 CPM CPI നേതാക്കൾ അംഗങ്ങളുമായി. കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഇവർ കോടിക്കണക്കിന് രൂപ അവരുടെ ചെലവിനായി എഴുതിയുണ്ടാക്കി. തൃശ്ശൂരിൽ ഒരു ക്ഷേമനിധി ഓഫീസും മറ്റ് പലയിടങ്ങളിലും ഉപ ഓഫീസുകളും ഉണ്ടാക്കി പാർട്ടിക്കാർ ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു. ഈ പണമെല്ലാം കർഷകനടച്ച മാസവരിയിൽ നിന്നാണ്. എന്നാൽ അവന് പണം തിരിച്ചു കൊടുക്കാൻ നേരത്ത് പറയുന്നു, ഞങ്ങൾ അന്ന് പറഞ്ഞത് പിൻവലിക്കുന്നു, 2000 രൂപ വീതം തരാമെന്ന്. ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം അതല്ല. സർക്കാരിൻ്റെ ഏറ്റവും വലിയ വോട്ട് പിടിക്കൽ ആയുധമാണ് ക്ഷേമ പെൻഷൻ. 65 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ 5000 രൂപ കാർഷിക പെൻഷനായാൽ
ഇപ്പോൾ 1600 രൂപ പെൻഷൻ കിട്ടുന്ന പലരും കർഷകരായി വേഷം മാറിയെന്ന് വരാം. എന്ന് വെച്ചാൽ മറ്റു പല മേഖലകളിലുള്ളവരും കാർഷിക മേഖലയിലേക്ക് മാറുകയും ബാധ്യത കൂടുകയും ചെയ്യുമെന്ന് മാത്രമല്ല, മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ അത് നിന്ന് പോകും. ഇത്തരം ക്ഷേമനിധി ബോർഡുകളിൽ CPM-കാരെയും CPI-ക്കാരെയും തിക്കി നിറച്ചാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരുടെ വരുമാനം നിലച്ചു പോകും. നോക്കൂ, എന്തൊരു വലിയ വഞ്ചനയാണ് ഈ കർഷകരോട് ചെയ്തതെന്ന്. ലക്ഷക്കണക്കിന് കർഷകർ മാസം 5000 രൂപ പെൻഷൻ കിട്ടും എന്ന പിണറായിയുടെ വാക്ക് വിശ്വസിച്ച്, കൃഷി വകുപ്പിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോൾ അവരെ വഞ്ചിച്ചിരിക്കുന്നു. ഇതൊന്നും ചർച്ചയാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല. കാരണം എല്ലാവരും കോടിക്കണക്കിന് രൂപയുടെ പരസ്യം വാങ്ങി തിന്നിട്ടുണ്ട്.